കൊല്ലം കൊട്ടിയത്ത് KSEB സബ്സ്റ്റേഷന് സമീപം വൻ തീപിടുത്തം. ഉച്ചയ്ക്ക് 1:45ഓടെയാണ് സബ്സ്റ്റേഷന് സമീപത്തെ കാടിന് തീപിടിച്ചത്. കൊല്ലത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ദിലീപ് ദേവസി നൽകും വിശദാംശങ്ങൾ. ദിലീപ്, പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ടോ? ശ്രുതി, ഇന്ന് 1:45 കൂടിയാണ് കൊല്ലം കൊട്ടിയത്തെ സബ്സ്റ്റേഷന് സമീപം വലിയൊരു തീപിടുത്തമുണ്ടായത്. കാടിന് തീപിടിച്ചതോടുകൂടെ തന്നെ തീ ആളിക്കത്തുകയും സമീപ പ്രദേശങ്ങളിൽ പടരുകയും ചെയ്തു. KSEB സബ്സ്റ്റേഷന് സമീപത്തായിരുന്നു. ഈ പ്രദേശത്ത് തന്നെ സമീപത്ത് KSEB ഉപകരണങ്ങളെല്ലാം തന്നെ കൊണ്ടുവച്ചിരുന്നു. ഭൂമിക്കടിയിലൂടെ കേബിൾ വലിക്കുന്ന കേബിളുകളടക്കം കത്തി നശിക്കുകയും ചെയ്തു. കൊല്ലത്ത് നിന്ന് തന്നെ 3 ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടാണ് തീ അണച്ചത്. ആളപായം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. തീ അണയ്ക്കാൻ സഹായമായത്, അതായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, സബ്സ്റ്റേഷന് തൊട്ടടുത്ത് വരെ എത്തിയ തീയാണ് അത് കെടുത്താൻ സഹായമായത്. ഇല്ലായിരുന്നു എങ്കിൽ ആ സബ്സ്റ്റേഷനിലേക്ക് തന്നെ തീ പടരുമായിരുന്നു. അതിനുള്ള ഇട വരുത്തുന്നതിന് മുന്നേ തന്നെ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും ചെയ്തു. വലിയൊരു അപകടമാണ് ഇതോടുകൂടെ ഉണ്ടാകാതായിരുന്നത്. എന്തായാലും ഫയർഫോഴ്സ് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ശ്രുതി, ശരി. കൊട്ടിയത്ത് KSEB സബ്സ്റ്റേഷന് സമീപമായിരുന്നു വൻ തീപിടുത്തമുണ്ടായത്. എന്തായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.